എൻ്റെ പേര് ഡോക്ടർ ഇ ബി ഗോപി. ഞാൻ 33 വർഷമായി ജനറൽ സർജറി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. ആദ്യമേ തന്നെ പറയട്ടെ, ആരാണ് സർജൻ, എന്താണ് സർജറി? സർജൻ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഫിസിഷ്യൻ കൂടിയാണ്. എന്തുകൊണ്ടെന്നാൽ കത്തിക്കൊണ്ട് മാത്രമല്ല നമ്മൾ രോഗങ്ങൾ നിർണ്ണയിക്കുന്നത്. നിർണ്ണയിച്ചതിന് ശേഷം ശസ്ത്രക്രിയകളോടെ രോഗങ്ങൾ മാറ്റി അതിന് കൂടെ മരുന്നുകൂടെ കൊടുക്കുന്നു. അതുകൊണ്ടാണ് സർജൻ ഒരു സൂപ്പർ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സർജറി? സർജറി എന്ന് പറഞ്ഞ് അനാവശ്യമായി ശരീരത്തിൽ വളർന്നു വരുന്ന മുഴകളും പാരമ്പര്യമായും ജന്മനമായി കിട്ടുന്ന അപാകതകൾ, മുച്ചുണ്ട്, കൈകാലുകളുണ്ടാകുന്ന പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന അപാകതകൾ, ഒടിവ്, ചതവ്, പിന്നെ ആവശ്യമായ ജീവൻ ഇല്ലാത്ത ടിഷ്യൂകൾ അല്ലെങ്കിൽ കലകൾ, ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്നതിനാണ് നമ്മൾ ഓപ്പറേഷൻ അല്ലെ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ ഏറ്റവും നൂതനമായ ചികിത്സ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ്, ഒന്നാമത്തെ സ്റ്റേജിൽ സർജറിയാണ്. സ്റ്റേജ് മാറിക്കഴിഞ്ഞാൽ ആ ചികിത്സ 4ാം സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഉദാഹരണമായി ഒരു അപ്പൻഡിസൈറ്റിസ്, ഒരു സർജൻ പറയുകയാണ് അപ്പൻഡിസൈറ്റിസ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ അത് വയറിൻ്റെ ഉള്ളിൽ നിന്ന് പഴുത്ത് പൊട്ടി ജീവഹാനി വരെയും സംഭവിക്കാം. അപ്പോൾ അത് ഓപ്പറേഷൻ കൊണ്ട് മാത്രമേ നമുക്ക് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അപൂർവമായ ചില ആരംഭത്തിൽ മാത്രം മരുന്ന് കൊണ്ട് മാറ്റും. അത് മറ്റൊന്ന് ക്യാൻസറിൻ്റെ ആണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. സ്റ്റേജുകൾ മാറിക്കൊണ്ടിരുന്നാൽ പിന്നെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ സ്റ്റേജ് മാറുന്ന കീമോതെറാപ്പിയും റേഡിയേഷനും അതിന് ഡോസ് കൂടിയ മരുന്നുകൾ തരിക. അതിൻ്റെ ചികിത്സാഫലം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഉണ്ടാകാൻ സാധ്യതയും കുറവാണ്. അതുകൊണ്ടാണ് ശസ്ത്രക്രിയ അത്യന്താപേക്ഷിതമായ ഒരു ചികിത്സാ രീതിയാണ്. നൂതന ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ വേദനയില്ലാത്തതും എത്രയും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നതും, സാധാരണ ഓപ്പറേഷൻ കൂടാതെ ലാപ്രോസ്കോപ്പി, റോബോട്ടിക് സർജറി എന്ന നൂതനമായ പല മാർഗങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് നമ്മൾ രോഗിയെ വേദന ഇല്ലാതാക്കുന്നു. അതിന് പ്രധാനമായും 3 തരം ചികിത്സാ രീതികളുണ്ട്. അത് അനസ്തേഷ്യ വിഭാഗമാണ് അത് ചികിത്സിക്കുന്നത്. തരിപ്പിച്ച് ആ ഭാഗം മാത്രം മരവിപ്പിച്ച് ചെയ്യുന്ന ഒരു ചെറിയ മുഴകൾ നീക്കുന്നത്. രണ്ടാം ചെറിയ ബയോപ്സി എടുക്കുന്നത്, തരിപ്പിച്ച് ചെയ്യുന്നത്. പിന്നത്തെ വിഭാഗം ചികിത്സാ രീതി എന്ന് വെച്ചാൽ സ്പൈനൽ അനസ്തേഷ്യ, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ. സ്പൈനൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ സുഷ്മനയിൽ കൂടി നമ്മൾ മരുന്ന് കടത്തിവിട്ട് ആ ശരീരത്തിന്റെ ഭാഗത്തേക്ക്, അതായത് കാലുകളിലേക്ക് അല്ലെങ്കിൽ ഓവറി, യൂട്രസ് എന്ന് പറഞ്ഞ മാറ്റുന്നുണ്ട്. പൊക്കിളിന്റെ താവട്ടുള്ള ഓപ്പറേഷൻ ചെയ്യുന്നതിന് സ്പൈനൽ അനസ്തേഷ്യ മാറ്റും. മറ്റൊന്ന് എപ്പിഡ്യൂറൽ, അതായത് സുഷ്മന നാഡിയുടെ കവറിന്റെ മുകളിൽ മരുന്നുകൾ നൽകി ആ ഭാഗത്ത് മരവിപ്പിക്കുന്നതാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞത്. പ്രധാനമായി നമ്മൾ സർജറി ചെയ്യുന്നത് ജനറൽ അനസ്തേഷ്യ. രോഗിയെ പരിപൂർണമായി ബോധം കെടുത്തുന്നു. ആ സമയത്ത് രോഗിയുടെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും പൂർണ്ണമായി നിയന്ത്രിക്കുന്ന അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടറാണ്. അത് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി കൊണ്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായി അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ കംപ്ലീറ്റ് ബോധം കെടുത്തി ചെയ്യുന്ന രീതിയാണ് ഇന്ന് തുടർന്ന് വരുന്നത്. അതിന് ചില പാർശ്വഫലങ്ങളുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും നൂതനവും ഏറ്റവും ശ്രേഷ്ഠവുമായ അനസ്തേഷ്യ രീതി. രോഗികളുടെ സംബന്ധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എപ്പോൾ ആഹാരം കഴിക്കാം, എപ്പോൾ എഴുന്നേറ്റിരിക്കാം എന്നുള്ളതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തരിപ്പിച്ച് ചെയ്യുന്നതും സ്പൈനൽ അനസ്തേഷ്യ ചെയ്യുന്നതും ഒരു 4 മണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതേസമയം ജനറൽ അനസ്തേഷ്യ കൊടുത്ത് വയറ് കീറിയുള്ള ഓപ്പറേഷനുകളെല്ലാം 24 മണിക്കൂർ, 48 മണിക്കൂർ വരെ മരുന്ന് ഭക്ഷണം വായിൽ കൂടി കഴിക്കാൻ പാടില്ല. കാരണം അനസ്തേഷ്യ മരുന്നിന്റെ പാർശ്വഫലങ്ങൾ കൂടി ചിലപ്പോൾ ഛർദി ഉണ്ടാകാം, ഛർദിക്കാൻ തോന്നാം. അത് കാരണം ഒരു 24 മണിക്കൂർ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. അത് ഓപ്പറേഷന്റെ സങ്കീർണതയും അതുപോലെ തന്നെ ഏത് ഭാഗത്തിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, വയറിനാണോ ത്വക്കിനാണോ എന്നതിൽ വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും. മറ്റൊന്ന്, എപ്പോൾ എഴുന്നേറ്റിരിക്കാം. വേദന ഉണ്ടെങ്കിൽ രോഗികൾ സാധാരണ എഴുന്നേറ്റിരിക്കാനോ
ശ്വാസം വിടാനോ അവർ മടി കാണിക്കും, ശ്വാസം നീട്ടിവലിക്കുന്നതിന്. എത്രയും പെട്ടെന്ന് ആ രോഗികളുടെ വേദന മാറിക്കഴിഞ്ഞാൽ രോഗികൾക്ക് എഴുന്നേറ്റിരിക്കാവുന്നതാണ്, കാലുകൾ മടക്കുമെന്ന് ഓർത്തുക. എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ രോഗികളുടെ കാലിൽ മനക്കം കിടക്കുമ്പോൾ 2-3 മണിക്കൂർ തളർന്നു കിടക്കുമ്പോൾ രക്തം കട്ട പിടിക്കും. ആ രക്തം കട്ട പിടിച്ച് അതിൽ നിന്ന് പോയി ശ്വാസകോശത്തിൽ ചെന്ന് പൾമണറി എംബോളിസം എന്ന അതിഗുരുതരമായ കണ്ടീഷൻ ഉണ്ടായി ജീവൻ വരെ നഷ്ടപ്പെടാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം എത്രയും പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുകയും കൈകാലുകൾ ചലിപ്പിക്കുകയും ശ്വാസം വലിച്ചു വിടുകയും ചെയ്യേണ്ടതാണ്. അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. മറ്റൊന്ന്, ഓപ്പറേഷൻ കഴിഞ്ഞാൽ മുറിവുകൾ നനയ്ക്കാമോ, കുളിക്കാമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. ഓപ്പറേഷൻ കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ മുറിവുകൾ 2 വിഭാഗത്തിൽ ചികിത്സാ രീതി. ഒന്ന് ക്ലോസ്ഡ് മെത്തേഡ് എന്ന് കവർ ചെയ്ത് ഡ്രസ് ചെയ്തിട്ടുള്ള ചികിത്സാ രീതി, മറ്റൊന്ന് തുറന്ന് ഉള്ള ചികിത്സാ രീതി. മുറിവുകൾ കാണാം, ഡെയിലി രോഗി കാണാം, ഡോക്ടർക്ക് കാണാം. പല ഈ 2 തരം രീതികളാണ് നമ്മൾ മുറിവുകളെ പറ്റി പറയുന്നത്. പിന്നെ നനയ്ക്കാവുന്ന 24 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ ഒരു ഫിലിം വന്ന് കവർ ചെയ്യുന്ന കാരണം നമുക്ക് കുളിക്കുന്നതിനോ നനയ്ക്കുന്നതിനോ കുഴപ്പമില്ല. അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏത് ശസ്ത്രക്രിയ എന്നുള്ളത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. വേറെ രോഗികളുടെ സംശയം എന്താ വെച്ചാൽ, ആ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ശരീരഭാഗം, ശരീരത്തിൽ എന്തെങ്കിലും എടുത്ത് മുഴകളോ അല്ലെങ്കിൽ കലകളോ എടുത്ത് മാറ്റി എന്ത് ചെയ്യും? ഒരു സർജൻ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗം മുറിച്ചു മാറ്റിയാൽ അത് ഫോർമാലിൻ എന്ന രാസവസ്തുവിലിട്ട് പത്തോളജിക്ക് അയക്കേണ്ടതാണ്. പത്തോളജി മറ്റൊരു വിഭാഗമാണ് പത്തോളജി വിഭാഗം. അവര് ചില രാസപ്രക്രിയകളുടെ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയിട്ട് അത് ക്യാൻസർ ആണോ ക്യാൻസർ അല്ലേ, വേറെ ചികിത്സ ആവശ്യമുണ്ടെന്ന് അവരുടെയാണ് ഫൈനൽ റിപ്പോർട്ട്. അത് അവസാന റിപ്പോർട്ട് ഈ ചികിത്സയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പത്തോളജിയുടെ റിപ്പോർട്ടാണ്. അപ്പൻഡിസൈറ്റിസ്, അത് TB ഉണ്ടോ, ക്യാൻസർ ഉണ്ടോ എന്നനുസരിച്ച് ചികിത്സ വീണ്ടും ചികിത്സ വേണ്ടി വരും. അതിൽ അപ്പൻഡിസൈറ്റിസ് കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഫർദർ ചികിത്സ ആവശ്യമില്ല. തൈറോയ്ഡ് അതുപോലെ തന്നെ പത്തോളജി റിപ്പോർട്ട് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് മതി, വേറെ ഫർദർ ചികിത്സ ആവശ്യമില്ല വീണ്ടും. അതേസമയം മറ്റൊരു നൂതനമായ ചികിത്സാ രീതിയിൽ പത്തോളജി വന്നിട്ടുണ്ട്, ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി. അത് വെച്ച് പത്തോളജിയുടെ ചില വകഭേദം കൂടി കൂടുതലായിട്ട് ഈ രോഗത്തെ അറിയുന്നതിന് സാധിക്കുന്നു. അപ്പൊ എപ്പോഴും ഒരു സ്പെസിമൻ, ഒരു ശരീരത്തിന്റെ ഭാഗം മുറിച്ചു മാറ്റിയാൽ അത് പത്തോളജിയിൽ കൊടുത്തിരിക്കണം. അത് സർജന്റെ ഡ്യൂട്ടിയാണ്. അത് ആ റിസൾട്ട് അറിയാനുള്ള അവകാശം രോഗിക്കുമുണ്ട്. ജനവിഭാഗങ്ങളിൽ വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒരു രോഗമാണ് പൈൽസ് അഥവാ മൂലക്കുരു എന്നുള്ള അസുഖം. അത് മനുഷ്യൻ, നമ്മളൊരു മാമൽസ് ആണെങ്കിലും നമ്മൾ നടക്കുന്നത് 2 കാലുകളാണ്, ഇരുകാലി മൃഗമാണ്. ശരിക്കും നമ്മൾ 4 കാലുകളാണ്. പക്ഷെ എവല്യൂഷന്റെ ഭാഗമായി നമ്മൾ നട്ടലുപയോഗിച്ച് നിവർന്ന് നടക്കുന്ന ആൾക്കാർ. അതിന്റെ ഫലമായി ഗ്രാവിറ്റി ഡിസീസ് എന്ന് പറയും, വെരിക്കോസ് വെയിന്, പൈൽസ്, ഇത് രണ്ടും ഗ്രാവിറ്റി ഡിസീസാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ചില രക്തക്കുഴൽ പ്രഷർ കൂടിയിട്ട് മലദ്വാരത്തിൽ തള്ളി വരുന്നതിന് നമ്മൾ പൈൽസ്, മലദ്വാരത്തിന്റെ ചില കവറിങ് തള്ളി വരുന്നതിന് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. എല്ലാ പൈൽസും ഓപ്പറേഷൻ ആവശ്യമില്ല. പൈൽസിന് അതുപോലെ നമ്മൾ 1st ഡിഗ്രി, 2nd ഡിഗ്രി, 3rd ഡിഗ്രി എന്ന് പറയാറുണ്ട്. 1st ഡിഗ്രി പൈൽസിന് ചില ഭക്ഷണ ക്രമീകരണം, അതായത് മാംസങ്ങൾ ഒഴിവാക്കുക, ഹൈ ഫൈബർ കണ്ടന്റ്, പച്ചക്കറികൾ, പഴങ്ങൾ ധാരാളം കഴിക്കുക, വെള്ളം ധാരാളം കഴിക്കുക, അത് മാത്രം മതി ചികിത്സ 1st ഡിഗ്രി പൈൽസിന്. 2nd ഡിഗ്രി പൈൽസും 3rd ഡിഗ്രി പൈൽസിനും നമ്മൾ ഓപ്പറേഷൻ വേണ്ടി വരും. ഇപ്പോൾ ഓപ്പറേഷനെ കൂടാതെ നൂതനമായ 1-2 ചികിത്സാ രീതികളുണ്ട് പറയാം. ഒന്ന്, ലേസർ ചികിത്സ. ലേസർ രശ്മികൾ കയറ്റിവിട്ട് പൈൽസിന്റെ രക്തോട്ടം കുറച്ച് പൈൽസ് ചുരുക്കുന്നു. മൂന്നാമതായിട്ട് ഉള്ളത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ട്രീറ്റ്മെന്റ്, പിന്നെ സ്ക്ലീറോതെറാപ്പി, ചില ഇഞ്ചക്ഷൻ മരുന്ന് രാസപ്രക്രിയകളുടെ ആ പൈൽസിന്റെ മുഴ കുറച്ച് അത് ഇല്ലാതാക്കി തരുന്ന രീതിയാണ്. അപ്പൊ ഇതില് ലേസർ, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, ഇഞ്ചക്ഷൻ, സ്ക്ലീറോതെറാപ്പി,
തുടങ്ങിയ ചികിത്സാ രീതിയും ഇന്ന് മിക്ക ആശുപത്രികളും ലഭ്യമാണ്. 3rd ഡിഗ്രി പൈൽസ് വളരെ കൂടിയതും ബ്ലീഡിങ്ങും ഉള്ളതാണെങ്കിൽ ഓപ്പൺ സർജറി ആയിരിക്കും നന്നായിരിക്കുക. പൈൽസിന്റെ ഓപ്പറേഷൻ മുമ്പായി അത്യാവശ്യം ചെയ്തിരിക്കുന്ന വേറൊരു പരിശോധനയാണ് കൊളോണോസ്കോപ്പി. കൊളോണോസ്കോപ്പി കൂടാതെ പൈൽസ് സർജറി യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ പൈൽസ് ചിലപ്പോൾ ക്യാൻസറിന്റെ ഒരു ലക്ഷണമായി ഇരിക്കുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ മലദ്വാരത്തിലൂടെ ഒരു ട്യൂബ് ഇട്ട് പരിശോധിച്ച് വൻകുടൽ മുഴുവൻ കാണണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്യാൻസർ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ പൈൽസിന്റെ ഓപ്പറേഷൻ ചെയ്യാവുള്ളൂ. മറ്റൊരു സർവ്വസാധാരണമായി കാണുന്ന രോഗമാണ് ഹെർണിയ അഥവാ കുടലിറക്കം. കുടലിന്റെ ഭാഗമോ കുടലിന്റെ കവറിംഗ് ആയി ഭാഗമോ സാധാരണയായി കാലിന്റെ ഒടുവിന്റെ അടുത്തായിട്ട് തള്ളി വരുന്ന അധികമായി കഴിഞ്ഞാൽ വൃഷ്ണസഞ്ചിയിലേക്കും തള്ളി വരുന്നതിന് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. ആ ഹെർണിയ രീതി സാധാരണയായി ചെയ്യുന്നത് ഓപ്പൺ സർജറി, പണ്ട് പോലെ ഉപയോഗിക്കുന്ന സ്പൈനൽ അനസ്തേഷ്യോ എപ്പിഡുറൽ അനസ്തേഷ്യോ ജിയോ കൊടുത്തിട്ട് അവിടെ ആ ഇറങ്ങി വരുന്ന ഭാഗം അടയ്ക്കുക. മെഷ് എന്നാൽ സിന്തറ്റിക് മെഷ് വെച്ചിട്ട് അടയ്ക്കുന്നതിനും ഹെർണിയ സർജറി എന്ന് പറയുന്നത്. അത് ലോക്കലി ചെയ്യാം, സ്പൈനൽ അനസ്തേഷ്യ ചെയ്യാം, എപ്പിഡുറൽ ചെയ്യാം, ജിയോ ചെയ്യാം. നൂതന രീതി എന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പി സർജറിയാണ്. ലാപ്രോസ്കോപ്പി ഉപയോഗിച്ച് ഈ മെഷ് ഉള്ളിൽ നിന്ന് വെക്കുന്നത്, വയറിന്റെ ഉള്ളിലായിട്ട് കവറിന്റെ ഉള്ളിൽ വെക്കുന്നതാണ് ലാപ്രോസ്കോപ്പി സർജറി. മറ്റൊന്ന് റോബോട്ടിക് സർജറി. റോബോട്ടിക് സർജറി വളരെ ചികിത്സ ഭാരമേറിയ ചികിത്സ ചെലവ് ഏറിയതാണ്. പിന്നെ എല്ലാ ഹോസ്പിറ്റലുകളും റോബോട്ടിക് സർജറി ഉണ്ടായിരിക്കുന്നതായിട്ടില്ല. സാധാരണ നമ്മൾ ഓപ്പൺ സർജറിയും ലാപ്രോസ്കോപ്പി സർജറിയാണ് സാധാരണ ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പിയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേദന വളരെ കുറവ്, അടയാളമില്ലാതിരിക്കുക, പെട്ടെന്ന് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും, മുറിവുകൾ വളരെ 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ സൈസിലുള്ള മുറിവുകൾ മാത്രമുള്ള. ഇതാണ് ഈ ലാപ്രോസ്കോപ്പി സർജറിയുടെ ഗുണങ്ങൾ. എല്ലാ സർജറിയും എല്ലാ ഹെർണിയ സർജറിയും ലാപ്രോസ്കോപ്പിയുടെ ചെയ്യാൻ പറ്റില്ല. വളരെ വലിയ ഹെർണിയകൾ ഓപ്പൺ സർജറി തന്നെ ചെയ്യേണ്ടി വരും. വെരിക്കോസ് വെയിൻ നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന ഞരമ്പ് തടിച്ച് വീർത്ത് വരുന്നതിനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ഗ്രാവിറ്റി രോഗമാണ്. മനുഷ്യൻ നിവർന്ന് നടക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഉണ്ടാകുന്ന രക്തക്കുഴലുടെ ഈ രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് പോകുന്ന രക്തക്കുഴൽ ഉണ്ടാകുന്നതിന് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഈ വെയിനിൽ എല്ലായ്പ്പോഴും ഈ വെരിക്കോസ് വെയിനും നിങ്ങൾക്ക് ഓപ്പറേഷൻ കൂടാതെ കൺസർവേറ്റീവ് മാനേജ്, അതായത് ചില ബാൻഡേജുകൾ ചുറ്റി ചികിത്സിക്കാം, കാലുകൾ പൊക്കി വെച്ച് കിടന്ന് ചികിത്സിക്കാം. അപ്പൊ ആ സമയത്ത് രക്തോട്ടം ഹൃദയത്തിൽ കൂടിക്കോളും, കാലിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥ കുറയും. ഇതിനാണ് കൺസർവേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സർവ്വസാധാരണമായി ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിലെ അസ്ഥിയോട് ചേർന്ന് പോകുന്ന രക്തക്കുഴലും ത്വക്കിന്റെ താഴെയുള്ള രക്തക്കുഴലുണ്ട്. അസ്ഥിയോട് സാധാരണ ഈ രക്തം ഹൃദയത്തിലേക്ക് പോകുന്നത് ത്വക്കിൽ നിന്നുള്ള രക്തം അസ്ഥിയോട് ചേർന്ന രക്തക്കുഴലിൽ കൂടി തിരിച്ച് ഹൃദയത്തിലെത്തും. എന്നാൽ ചില സമയത്ത് വാൽവുകൾക്ക് ക്ഷതം ഉണ്ടാവുകയോ അത് ഡാമേജ് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ തിരിച്ച് ഫ്ലോ ഉണ്ടാകും, റിവേഴ്സ് ഫ്ലോ. അതായത് അസ്ഥിയോട് കൂടിച്ചേർന്നുള്ള രക്തക്കൊള്ളുന്ന രക്തം സൂപ്പർഫിഷ്യൽ സിസ്റ്റത്തിലേക്ക് വരും. അതിനാണ് നമ്മൾ വേരിക്കോസ് വെയിൻ എന്ന് ഡോക്ടർമാർ പറയുന്നത്. ഈ വേരിക്കോസ് വെയിനിന്റെ കൊണ്ടുള്ള ഉപദ്രവം എന്ന് വെച്ചാൽ വേദന ഉണ്ടാവുക, വൈകുന്നേരം ആകുമ്പോഴത്തേനും വേദന ഉണ്ടാവുക, ചിലപ്പോൾ ബ്ലീഡിങ് അറിയാതെ ചൊറിഞ്ഞൊക്കെ ഭയങ്കര ശക്തിയായ ബ്ലീഡിങ് ഉണ്ടാകാം, കാലിന്റെ ഭംഗിക്ക് പ്രശ്നം ഉണ്ടാകാം, വേദന കൂടാതെ ചില നോൺ ഹീലിംഗ് അൾസർ, മുറിവ് ഒരിക്കലും കരിയാത്ത തരത്തിൽ ഉണ്ടാകാം. ആ മുറിവ് പിന്നെ വലുതായി വളരെ അപൂർവമായി വെരിക്കോസ് വെയിൻ ക്യാൻസറോ അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ കൂടിയിട്ട് ഓസ്റ്റിയോമെൽസ് എന്ന കണ്ടീഷൻ വരെ ഉണ്ടാകുന്നതാണ്. സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല. മെയിനായിട്ട് പ്രത്യേക ഇതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ വേദനയും ബ്ലീഡിങ് ആണ്. പിന്നെ കാലിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്
ഓപ്പറേഷന്റെ ഫ്ലോ, അതായത് റിവേഴ്സ് ചെയ്ത ഫ്ലോ കറക്റ്റ് ചെയ്യുക. അതിന് സാധാരണ ഓപ്പൺ സർജറി എന്ന് പറയുന്നത്, ഓപ്പൺ സർജറി. രണ്ടാമത്തെ ഈ നമ്മുടെ മിക്ക ഹോസ്പിറ്റലും അവൈലബിൾ ആയ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ നൂതന ചികിത്സാ രീതിയാണ്. റേഡിയേഷൻ കൊണ്ടുണ്ടാവുന്ന രക്തക്കുഴലുകളുടെ കരിച്ച ഫ്ലോ ഡൈവേർട്ട് ചെയ്യുന്നു. മൂന്നാമത്തേത് ലേസർ ചികിത്സാ രീതി. ഈ മൂന്ന് ചികിത്സാ പ്രധാനമായിട്ടുള്ളത് ചികിത്സാ രീതികൾ. ഇത് മിക്ക ഹോസ്പിറ്റലുകളും ഈ ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. പൊതുവെ ഇതിന് കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കുറവുള്ള ഒരു ഓപ്പറേഷനാണ്. പക്ഷെ ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ വെരിക്കോസ് കഴിഞ്ഞാൽ മിക്കവർക്കും വീണ്ടും അവർ അതേ പ്രൊഫഷനിൽ അതേ ജോലികൾ തിരിച്ചു പോവുകയും വീണ്ടും വെരിക്കോസ് വെയിൻ ഉണ്ടാകാം. അത് അപൂർവമല്ല. അപ്പൊ ചികിത്സാ രീതിക്കൊപ്പം രോഗിയുടെ തൊഴിൽ കൂടി നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്യേണ്ടത്. സാധാരണ ഓപ്പറേഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്ന ചില കോംപ്ലിക്കേഷനുകളും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. പ്രധാനമായിട്ട് ഏത് ഓപ്പറേഷനിലും കോംപ്ലിക്കേഷൻ ബ്ലീഡിംഗ് ആണ്. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്ത ശേഷവും ബ്ലീഡിംഗ് ആണ് പ്രധാന കോംപ്ലിക്കേഷൻ. അത് രോഗിക്ക് മാത്രമല്ല, സർജനും വലിയൊരു തലവേദന ബ്ലീഡിംഗ് ഇല്ലാതെ ഓപ്പറേഷൻ മിക്കപ്പോഴും അസാധ്യമാണ്. ബ്ലീഡിങ്, അത് കുറേശ്ശെ ബ്ലീഡിങ് ഉണ്ടാവും. ആ ബ്ലീഡിങ് സാധാരണ നമ്മൾ കൺട്രോൾ ചെയ്യും. അമിത ബ്ലീഡിങ് ഉണ്ടായാൽ വലിയൊരു കോംപ്ലിക്കേഷൻ ആണ്. രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ വേദനയാണ്. കൃത്യസമയത്ത് വേദന സംഹാരികൾ ഗുളികളുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ മുതലോ കൊടുത്ത് വേദന നിർത്തിയിരിക്കണം. അല്ലെങ്കിൽ രോഗികൾക്ക് ഓപ്പറേഷനോട് വെറുപ്പും പേടിയും ഉണ്ടാവും. അപ്പൊ എത്രയും പെട്ടെന്ന് ഡോക്ടറെ, ഒരു സർജൻ ഡ്യൂട്ടിയാണ് ബ്ലീഡിങ് ഉണ്ടാകാതെ ഓപ്പറേഷൻ ചെയ്യുക, വേദനയില്ലാതെ ഓപ്പറേഷൻ ചെയ്യുക. ഇത് രണ്ടും രോഗിയെ പ്രാഥമികമായി നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ബ്ലീഡിങ്ങും വേദനയും. മൂന്നാമത്തെ പ്രധാന കോംപ്ലിക്കേഷൻ, പ്രധാന നമുക്ക് പാർശ്വഫലം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ. ബാക്ടീരിയ കൊണ്ട് ആ മുറിവ് പഴുത്ത് രോഗിക്ക് വളരെ ബുദ്ധിമുട്ട്. ചെയ്ത സർജന് ഭയങ്കര മാനസിക വിഷമാവും. മുറിവ് പഴുത്തല്ലോ എന്ന് വിചാരിച്ച് രോഗിയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും ചികിത്സാ രീതി നീണ്ടുപോകും. രണ്ട് ടൈപ്പ് ഇൻഫെക്ഷൻ ഉണ്ടാകും. ഒന്ന് സൂപ്പർഫിഷ്യൽ, ത്വക്കിന്റെ തൊട്ട് താഴെയും ത്വക്കിലുണ്ട്. ഡീപ്പ് ഇൻഫെക്ഷൻ, കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള പോകുന്ന ഇൻഫെക്ഷൻ, ഡീപ്പ് ഇൻഫെക്ഷൻ. അപ്പൊ അതിന്റെ ഫലമായിട്ട് രോഗിക്ക് വേദന കൂടും. പിന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, ആന്റിബയോട്ടിക്സ് മാറ്റേണ്ടി വരും. ഇതൊരു ഏറ്റവും വളരെ ദുഷ്കരമാണ് ഡോക്ടർക്കും രോഗിക്കും. മാത്രമല്ല ഇവർ തമ്മിലുള്ള ബന്ധങ്ങളും മിക്കപ്പോഴും ഒലിയാനുള്ള കാരണം ഈ വേദനയും ഇൻഫെക്ഷനും ഒക്കെ ഡോക്ടർ രോഗി റിലേഷൻസിന് തന്നെ പ്രശ്നമാകാവുന്ന കാര്യങ്ങളാണ്. ഇതാണ് സാധാരണ നമ്മളുടെ പ്രധാന. മറ്റൊന്ന്, ഈ വേദനയുള്ള കാരണം രോഗിയിൽ ശ്വാസം വലിച്ചുവിടില്ല. ശ്വാസം വലിച്ചുവിടാതിരുന്നാൽ ജലം കെട്ടിക്കിടന്ന് ശ്വാസകോശത്തില് നീര് കെട്ടിക്കിടക്കും. അത് ഇൻഫെക്ഷൻ അടിച്ച് ന്യൂമോണിയ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ശ്വാസം നീട്ടി വലിച്ചു വിടുകയും രോഗികൾ എഴുന്നേറ്റിരിക്കുകയും ചെയ്യുന്നത്. ഇതൊരു ശ്രദ്ധിച്ചാൽ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാവുന്ന ഒരു രോഗമാണ് ന്യൂമോണിയ. നാലാമത്തെ കാര്യമാണ് രക്തം കട്ട പിടിക്കുക. പ്രത്യേകിച്ച് പേശികൾ, കാലിന്റെ മുട്ടിന് താഴെയുള്ള മസിലുകൾ, അതായത് പേശികളിൽ രക്തം കട്ട പിടിച്ചിട്ട് ആ രക്തം കട്ട പിടിച്ചതെന്ന് ചെറിയ ചെറിയ പീസായിട്ട് ശ്വാസകോശത്തിലെത്തി പൾമണറി എംബോളിസം അതിഗുരുതരമായ സംഭവത്തിലേക്ക് മാറാവുന്നതാണ്. ഇതാണ് പ്രധാനമായ ഈ സർജറിയുടെ കോംപ്ലിക്കേഷൻ. ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ രക്തസ്രാവം അഥവാ ബ്ലീഡിങ്, വേദന, ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മുറിവ് പഴുക്കുക, നാലാമത്തെ ന്യൂമോണിയ, അഞ്ചാമത്തെ കാലിൽ രക്തം കട്ട പിടിക്കുക. ഇതാണ് സാധാരണ കാണുന്ന പാർശ്വഫലങ്ങൾ, ഓപ്പറേഷന്റെ പാർശ്വഫലങ്ങൾ. രോഗിയും ഡോക്ടറുടെ സഹകരണത്തോടുകൂടി ഈ കോംപ്ലിക്കേഷൻ പരിപൂർണമായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. സർജറി നമ്മൾ ഭയപ്പെടേണ്ട ഒരു ചികിത്സാ രീതിയില്ല. കാരണം സയൻസ് വളരെ പുരോഗമിച്ചു.
ആന്റിബയോട്ടിക്സ് കൊണ്ട് പല രോഗങ്ങളും നമ്മൾ പരിപൂർണമായ ബാക്ടീരിയ ഡിസീസ് കംപ്ലീറ്റ് നമുക്ക് ആന്റിബയോട്ടിക്സ് മാറ്റാൻ പറ്റും. വേദനാരഹിതമായ ഓപ്പറേഷനാണ് ഇന്ന് നിലവിലുള്ളത്. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം പരിപൂർണമായി വേദന ഇല്ലാത്ത അവസ്ഥയിൽ രോഗികൾ ചികിത്സിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സർജറി എന്ന രോഗ ചികിത്സാ രീതിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഡോക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് സർജനെ കണ്ടത് ഈ ചികിത്സാ രീതി അവലംബിച്ച് നമ്മുടെ എത്രയും പെട്ടെന്ന് പൂർണ്ണ രോഗാവസ്ഥ മാറി പരിപൂർണ ആരോഗ്യത്തോടെ തിരിച്ചു വരാവുന്നതാണ്.